Hi friends, welcome to Creative Amigos. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പി ഒരു മാഗി ബ്രെഡ് ബോൾ ആണ്. സോ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മാഗി പാക്കറ്റ്, 1.5 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 സവാള നീളത്തിൽ അരിഞ്ഞത്, 1/2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല 1/2 ടീസ്പൂൺ, പച്ചമുളക് 1 ചെറുതായി അരിഞ്ഞത്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 തൊട്ട് 1 ടീസ്പൂൺ, മല്ലിയില ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ബ്രെഡ്. സോ അതിനായിട്ടൊരു പാൻ വെച്ചു. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 സവാള ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴഞ്ഞു വരണം. അതിൻ്റെ ഒരു ചെറിയ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. രണ്ടും നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതല്ല, ചെറുതായി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് നീളത്തിൽ അരിയാം, പക്ഷേ അത് എരിവ് പിടിക്കാനായിട്ട് പാടായിരിക്കും. സോ ഞാനിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. സോ അതും നന്നായിട്ട് വഴച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിവിടെ മാഗിയുടെ മസാല ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. സോ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു പച്ചമണം മാറി വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തു. ഇതെല്ലാ പൊടികളും നന്നായിട്ട് വഴഞ്ഞ് അതിൻ്റെ പച്ചമണം മാറി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കണം, കാരണം പൊടികൾ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്ലെയിം ലോ ആക്കി വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം. നമുക്കതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മാഗി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം സൂപ്പി നൂഡിൽസ് അല്ല, നമുക്കൊന്ന് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള നൂഡിൽസാണ് വേണ്ടത്. സോ കൂടുതൽ വെള്ളം ആകരുത്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കുക. 2 മിനിറ്റ് വേണമെങ്കിൽ ലോ ഫ്ലെയിം ആക്കാം, പക്ഷേ കൂടുതൽ മാഗി വെന്ത് ഉടഞ്ഞു പോകരുത്.
നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഇപ്പം നൂഡിൽസ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്, കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. സോ ഞാൻ അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ബാറ്റർ കലക്കിയെടുക്കുക. ബാറ്റർ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് തിക്കായിരിക്കണം. സോ ഇനി നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിലേക്ക് മാഗി, 1 സ്പൂൺ മാഗി വെച്ചിട്ട് അത് ബോളിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. അതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി റോൾ വെച്ച് ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഞാനങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ബോളാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് മുക്കിയെടുക്കുക. കടലമാവിലേക്ക് മുക്കിയാൽ ഉടനെ തന്നെ നമ്മളത് വറുത്തെടുക്കണം. കൂടുതൽ നേരം വെക്കരുത്. അത് സോക്ക് ചെയ്ത് വെച്ചാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ കടലമാവിലേക്ക് മുക്കി അപ്പോൾ തന്നെ ചെയ്തെടുക്കേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിരുന്നു. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബോൾസ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ മാഗി ബോൾസ് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആ ബോൾസ് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബോൾസും കൂടി നമുക്ക് വറുത്തെടുക്കാം. സോ നമ്മുടെ മാഗി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഫില്ലിങ് വരുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. സോ ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.